പാമ്പ്ളാനി പിതാവ് ജെറാദ് എന്ന ഏതോ ഒരു വ്യക്തിയുമായി വിശുദ്ധ കുർബാന സത്യവിശ്വാസികൾക്ക് വേണ്ടി വല്ലപ്പോഴും അർപ്പിച്ചാൽ മതി, ബാക്കി വൈദികർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇല്ലിസിറ്റ് അർപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ഒരു സമവായമുണ്ടാക്കാൻ ആരാണ് ഈ ജെറാദ്? ഇയാൾ ഒരു സുവിശേഷ പ്രസംഗകനാണോ? ഇയാൾക്കും വിശുദ്ധ കുർബാനയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇയാളെ മാർപ്പാപ്പ അല്ലെങ്കിൽ സത്യവിശ്വാസികൾ ഒന്നടങ്കം തെരഞ്ഞെടുത്തിട്ടുണ്ടോ ഇതേപോലെ സമവായമുണ്ടാക്കാൻ? ഇയാൾ എല്ലാം ത്യജിച്ച് ക്രിസ്തുവിന് വേണ്ടി വിരക്ത ജീവിതം നയിക്കുന്ന ആളാണോ? ഇയാൾക്ക് മാതാവിന്റെയോ ഈശോയുടെയോ എന്തെങ്കിലും പ്രത്യക്ഷീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇയാൾക്ക് രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തന വരം എന്നിങ്ങനെ ഏതെങ്കിലും വരങ്ങളുള്ള ആളാണോ? ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നങ്ങളിലും രാഷ്ട്രീയപരമായും സാമൂഹികമായും ക്രിസ്ത്യാനികൾ നേരിടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഇയാൾ ക്രിസ്തീയ സമുദായത്തിന് വേണ്ടി ഇടപെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിശ്വാസികൾ ആരും അറിയാത്ത ഇയാളെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ സഭാപിതാക്കന്മാരുടെ കോലം കത്തിക്കാനും തിരുസഭയുടെ സർക്കുലറുകൾ കത്തിക്കാനും മുന്നിൽ നിന്ന ആളാണെന്നാണ് അറിഞ്ഞത്. ജെറാദ് എന്ന വിശുദ്ധ കുർബാന വിരുദ്ധനുമായി വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ വഴിവിട്ട ഒരു സമവായം പാമ്പ്ളാനി പിതാവ് ഉണ്ടാക്കിയതിന്റെ നിഗൂഢ ഉദ്ദേശം എന്ത് എന്ന് വിശ്വാസികളായ ആളുകൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. കാരണം ഈശോ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളെ ആർക്കും വിറ്റിട്ടില്ല. ഈശോ അവിടുത്തെ തിരുരക്തം കൊടുത്തു വാങ്ങിയിട്ടുള്ളതാണ്. ഈശോയുടെ സ്വന്തമാണ് എറണാകുളം അതിരൂപത.